ഇതാണ് നമ്മളെ LED കൺട്രോളർ. ഇതിൻ്റെ അകത്ത് മോഡുണ്ട്, അതേപോലെ തന്നെ സ്പീഡുണ്ട്, പിന്നെ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന അഡ്ജസ്റ്ററും ഉണ്ട്. അതായത് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ്മെൻറ്റ് വരെയുണ്ട്. ഒരു പരിധി വരെ നമുക്ക് ലൈറ്റ് കുറക്കാം. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു സാധനം ഭാഗമെന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് മെമ്മറി നോക്കണം. അതായത് നിങ്ങൾ എവിടെയാണോ ഓഫ് ചെയ്തത്, എവിടെയാണോ ആ മോഡ് ചേഞ്ച് ചെയ്തത്, അത് തന്നെ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുമ്പോൾ കണ്ടിന്യൂ ആകുന്നുണ്ടോ നോക്കണം. അതാണ് ഈ ലാസ്റ്റ് മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഞാനൊരു പ്രത്യേകത ആക്കിയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ 2 ഹീറ്റ് സ്ലീവ് കൊടുത്തിട്ട്, കുറച്ച് തടിച്ച ഹീറ്റ് സ്ലീവ് കൊടുത്തിട്ട് ഇവിടെ രണ്ടും നല്ലപോലെ ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇൻസുലേഷൻ ടാപ്പ് ഒട്ടിക്കുന്നതിന് പകരം ഇവിടെ നമ്മൾ ഹീറ്റ് സ്ലീവ് കൊണ്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഹീറ്റ് കൊടുത്തിട്ടില്ല, എന്നാലും ഒരു നോർമൽ നമുക്ക് ഒരു വെള്ളം കയറാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതിൻ്റെ റേറ്റ് പറയാൻ പറ്റുമോ, ഇതിന് 40 ഉറുപ്പ്യേ ഉള്ളൂ. ഹോൾസെയിൽ ഷോപ്പിൽ ഇതിന് 40 ഉള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ പല സ്ഥലത്തും ഓരോ റേറ്റാണ്, 70, 80, 100 വരെയുണ്ട്. അപ്പോൾ സംഭവമൊക്കെ സെയിം ആയിരിക്കും. പക്ഷേ എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലാസ്റ്റ് മെമ്മറി നോക്കണം. അതായത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ നിങ്ങളിത് പുറത്തൊക്കെ വെച്ചാൽ പിന്നെ വണ്ടി ഓഫ് ചെയ്തിട്ട് പിന്നെ ആ മോഡ് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ഇൻസുലേഷൻ ഇട്ടതെന്ന് പറഞ്ഞാൽ പുറത്ത് നമ്മൾ ബൈക്കിന് സ്കൂട്ടറിനൊക്കെ പുറത്ത് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യിക്കാൻ വെക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ കൊടുത്താൽ വെള്ളം കയറില്ല, വെള്ളം മാക്സിമം കയറാണ്ടിരിക്കും. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ചെറിയൊരു ഫ്ലക്സ് കിക്ക് കൊണ്ട്, ചെറിയ അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ പോലത്തെ ഫെവി കിക്ക് പോലത്തെ സാധനം കൊണ്ട് ചെറുങ്ങനെ ഒന്ന് ഈ ഭാഗം ഒന്ന് ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. കൂടുതൽ ചെയ്യാൻ പാടില്ല, അന്നേരം വയറ് കട്ടായി പോകും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തൊക്കെ ധൈര്യമായിട്ട് വെക്കാം. ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കയറിയാൽ പിന്നെ ഈ IC ഒക്കെ ഷോർട്ടാവും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ പ്രയോഗിച്ചാൽ മതി. ഇത് ഹീറ്റ് സ്ലീവ് വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് സ്ലീവ് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അല്ലെങ്കിൽ ഇൻസുലേഷനൊക്കെ അടിച്ചാൽ നന്ന വൃത്തിയെടുക്കും. കാരണം വെള്ളം കയറുന്ന ഭാഗത്താണെങ്കിൽ ഇൻസുലേഷനൊക്കെ പോകും. അപ്പോൾ ഇതേപോലെ ചെയ്താൽ മതി. ഇത് അത്യാവശ്യം നല്ല സാധനം തന്നെയാണ്. ഞാനിതിൻ്റെ ആ ഒരു മെമ്മറിയൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് വാങ്ങിയത്. 40 ഉറുപ്പ്യക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് ലോട്ടായിട്ട് വാങ്ങി വെക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനപ്പം വില കയറുമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങളുടെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ ഒരു 5-6 എണ്ണയൊക്കെ മേടിച്ചിട്ട് ലോട്ടായിട്ട് അങ്ങ് മേടിച്ച് വെച്ചാൽ മതി. നല്ല ഉപകാരമുള്ള സാധനമാണ്. ഒരിക്കലും ഇത് അടിച്ചു പോകുന്നൊരു പരിപാടിയൊന്നുമില്ല. മോഡും എല്ലാം അത്യാവശ്യം നല്ലപോലെ കൊടുക്കുക. ഇൻഡിക്കേറ്റർ മാത്രം ബ്ലിങ്ക് ചെയ്യിക്കാൻ പറ്റില്ല, അതിന് എക്സ്ട്രാ ഒക്കെ ലൈറ്റ് വെച്ചിട്ട് ബ്ലിങ്ക് ചെയ്യിക്കണം. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റിംഗ് വീഡിയോ ഞാൻ കാണിക്കാതെ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇത് നോക്കാം, നമുക്ക് ഇതിൻ്റെ ടെസ്റ്റിംഗ് വീഡിയോ നോക്കാം. ഞാനിത് പുറത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇൻസുലേഷനൊക്കെ അടിച്ചത്.